ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് ഞങ്ങൾ പുറത്ത് പോവാണ്. ഞങ്ങൾ ഗുൽമാർഗ് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, വേറെ 2 ഫാമിലീസും ഉണ്ട് കൂടെ. അങ്ങനെ അവരെയും പിക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പോവാൻ. അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിൻ്റെ എൻട്രി എത്തി. ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ ഗുൽമാർഗിലോട്ടുള്ള യാത്ര. അങ്ങനെ കയറുമ്പോൾ നമുക്കൊരു പാസ് ഉണ്ടായിരുന്നു, വണ്ടിക്കൊക്കെ പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പാസ്സും എടുത്തു. അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിൻ്റെ ടോപ്പിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവർ രണ്ടുപേരും കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി, ഹിന്ദിക്കാരാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഒരു ചായയും എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലത്തെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. ചായയുടെ കൂടെ വേറെ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മാഗിയാണ് വാങ്ങിച്ചത്. അവർ വെജിറ്റേറിയൻ ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് വെജും ഞങ്ങൾ എഗ്ഗിൻ്റെയും വാങ്ങിച്ചു. അങ്ങനെ മാഗിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ മെയിൻ വാഹനമാണ് കുതിരപ്പുറത്താണ് എല്ലാവരും പോകുന്നത്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ ഒരാൾ കയറി. ഇവിടെ ഉള്ള ഒരു ലോക്കൽ ആൾ തന്നെയാണ്. മാക്സിമം ഞങ്ങളെ കൺവ്യൂസ് ചെയ്യാൻ നോക്കി, കുതിരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ നടന്നു തന്നെയാണ് പോയത്. ഇതുണ്ട് ആ നടുക്കുള്ള ആളാണ് ഞങ്ങളെ കാരണം കൺവ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ഇതെല്ലാം കണ്ട് നടക്കാമെന്നുള്ള വിചാരിച്ചു. അങ്ങനെ അതെ അവിടെ നിന്നൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ച്, കണ്ണാടി എൻ്റെ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗണ്ടോല കയറാനായിരുന്നു. ഇവിടം വരെ വന്നിട്ട് ഗണ്ടോല കയറാതെ പോകുന്നത് മോശം തന്നെയാണ് കേട്ടോ. അതൊരു നല്ലൊരു അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഗണ്ടോല കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഗണ്ടോലയിട്ട് ടിക്കറ്റ് എടുക്കാൻ കയറി. ഓൺലൈനായിട്ടും എടുക്കാൻ ടിക്കറ്റ്, പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓഫ്ലൈനായിട്ടാണ് എടുത്ത ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഫസ്റ്റ് ഫേസിലോട്ട് പോകാൻ വേണ്ടി ഗണ്ടോല കയറാൻ പോവാണ്. ഞങ്ങളിപ്പോൾ എടുത്തത് ഫസ്റ്റ് ഫേസിലോട്ട് മാത്രമുള്ള ടിക്കറ്റാണ്. ഫസ്റ്റും സെക്കൻഡും ഫേസിൽ കയറണമെങ്കിൽ ടിക്കറ്റ് റേറ്റ് 7,200 7 സംതിങ് എടുത്ത് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഫസ്റ്റ് ഫേസ് വരെ പോകാം. അത് കഴിഞ്ഞിട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഫേസിലോട്ട് അവിടെ നിന്ന് എടുക്കാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫേസിലോട്ട് പോകാനുള്ള ഗണ്ടോലയാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഗണ്ടോല കയറാൻ പോവാണ്. നമ്മൾ ഗണ്ടോല കയറി മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇന്ന് അവിടെ എന്തോ വേറൊരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അവിടെ സൈക്കിൾ റേസിംഗ് നടപ്പുണ്ടായിരുന്നു. അതിൻ്റെയാണ് അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്, മഞ്ഞ വെള്ളി വെച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് തുടക്കം തന്നെ ഫസ്റ്റ് ഫേസിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അവിടുന്ന് താഴോട്ടാണ് സൈക്കിൾ ചവിട്ടി വരുന്നത്. അവിടെയാണ് മറ്റേ സൈക്കിളിൻ്റെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫേസിലെത്തി. ഫസ്റ്റ് ഫേസ് ഏകദേശം 3050 മീറ്റർ പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫേസിലെ ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കിളിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നുമില്ല, ജസ്റ്റ് കഫേ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ സെക്കൻഡ് ഫേസിൽ പോകാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് ഫേസിൽ ഉള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫേസിൽ കയറാനുള്ള ഗണ്ടോലയും വന്നു. അങ്ങനെ സെക്കൻഡ് ഫേസിലും കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫേസിലോട്ട് കയറാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഫേസിൽ പോകുമ്പോഴാണ് ഗുൽമാർഗിലെ ശരിക്കുള്ള ബ്യൂട്ടി മനസ്സിലാകുന്നത്. കണ്ടല്ലേ, ആ വീഡിയോയിൽ തന്നെ ഉണ്ട് മഞ്ഞൊക്കെ വീണ് കിടക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ മഞ്ഞൊന്നുമില്ല, സെക്കൻഡ് ഫേസിലാണ് ശരിക്കും മഞ്ഞൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫേസിലെത്തി. സെക്കൻഡ് ഫേസിലെ വ്യൂ ആണിത്. ഫസ്റ്റ് ഫേസിനേക്കാളും അപേക്ഷിച്ച് സെക്കൻഡ് ഫേസാണ് ഒരു രക്ഷയില്ല കാണാൻ. മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്ത് കിടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലെ മഞ്ഞാണ് ഉള്ളത്. സെക്കൻഡ് ഫേസ് കയറി, കൊള്ളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ഗുൽമാർഗ്. സെറ്റ് സ്ഥലമാണ്. ഇപ്പം മഞ്ഞ് എന്തായാലും ഉണ്ട്, പക്ഷെ നല്ലോണം മഞ്ഞ് വീണെടുക്കുമ്പോൾ സൂപ്പറായിരിക്കും കാണാൻ. എല്ലാവരും വരണം, സൂപ്പർ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ടു. ഞങ്ങളുടെ കൂടെയാണ് CRPF-കാരുണ്ടായിരുന്നു. അവർ ആയിട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയാണ്. ഇങ്ങനെ ഗണ്ടോല കാണാൻ പോയാൽ ഞങ്ങൾക്ക് സെക്യൂരിറ്റി വരെ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഗണ്ണൊക്കെ പിടിച്ചാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ അവർ പോയത്. അങ്ങനെയല്ല, അവർ ഞങ്ങളുടെ കൂടെ വന്നതാണ്, അങ്ങനെ ഇറങ്ങിയതാണ്.
അങ്ങനെ എല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ്. എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. കുറച്ചും കൂടെ മഞ്ഞ് വീണ് കഴിയുമ്പോൾ ഇതിലും നല്ല രസമായിരിക്കും കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയെടുത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ആലു പൊറോട്ടയൊക്കെ കഴിച്ചു. ആലു പൊറോട്ടയും കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ക്വാർട്ടറിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്വാർട്ടറിലെത്തി. അവരെ അവരുടെ ക്വാർട്ടറിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ക്വാർട്ടറിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഗുൽമാർഗിൽ. എല്ലാവരും പോകേണ്ടതാണ്. എല്ലാവരും സീസൺ ആകുമ്പോഴത്തേക്കും ഗുൽമാർഗ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.